കുവൈത്തിൽ നിന്ന് MCA നാസറുമൊപ്പം തിരുവനന്തപുരത്തും സൈഫ് സൈനുൽ ആബ്ദീനും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. MCA, ഈ ഞെട്ടലും നടുക്കവും വിട്ടുമാറാത്ത മണിക്കൂറുകളാണ്. ഈ മരണസംഖ്യ ഇനിയും ഉയരും, ഒപ്പം മലയാളികളുടെ മരണത്തിന്റെ എണ്ണവും കൂടും എന്നുള്ള ആശങ്ക നിറഞ്ഞ തോന്നൽ ഈ ഘട്ടത്തിലുണ്ടോ? എന്താണ് കുവൈത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഏറെക്കുറെ 49 മരണം സ്ഥിരീകരിച്ചതിൽ ഭൂരിഭാഗം മൃതദേഹങ്ങളും ഇതിനകം തിരിച്ചറിഞ്ഞു എന്നതാണ് വലിയൊരു നേട്ടമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തകരും മറ്റും വിലയിരുത്തുന്നത്. കാരണം വലിയ സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ഇത് പോകേണ്ടി വരുമെന്ന ഒരു ആശങ്ക ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 2 മൃതദേഹങ്ങൾ ഒഴികെ 47 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരാത്തത് കൊണ്ട് തന്നെ അന്തിമമായിട്ട് മരണപ്പെട്ട മലയാളികളുടെ എണ്ണം എത്രയെന്ന് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അടുത്ത മണിക്കൂറിൽ തന്നെ ഔദ്യോഗികമായിട്ട് മരിച്ച ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് എംബസിയും അതോടൊപ്പം തന്നെ ഔദ്യോഗിക വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പം മുമ്പാണ് കുവൈത്തിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ അംബാസഡറും മറ്റും സ്വീകരിക്കുകയും തുടർന്ന് ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ മുൻഗണന നൽകുന്നത്. കാരണം അതിനുവേണ്ടി സൗജന്യമായിട്ടുള്ള വിമാന സർവീസ് തന്നെ ഏർപ്പെടുത്താൻ, പ്രത്യേകിച്ച് താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. മിക്കവാറും ഇന്ന് പ്രയാസമായിരിക്കും മൃതദേഹം കൊണ്ടുപോകാൻ എന്നാണ് സാമൂഹ്യ പ്രവർത്തകരും മറ്റും അറിയിക്കുന്നത്. നാളെ വൈകിട്ടകം മൃതദേഹങ്ങൾ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹം അങ്ങോട്ടും തമിഴ്നാട്ടിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ ഉള്ളവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നതായിട്ട് അംബാസഡർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇനി നാട്ടിലേക്ക് വിദഗ്ധ ചികിത്സക്കോ മറ്റോ കൊണ്ടുപോകേണ്ടവരുണ്ടെങ്കിൽ അത്തരം കേസുകൾ പരിഗണിച്ചുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കൂടിയാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അംബാസഡർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ആഘാതം, ആ ഞെട്ടലിൽ നിന്ന് കുവൈത്തിലെ മലയാളി പ്രവാസി സമൂഹം ഇനിയും മോചിതരായിട്ടില്ല. കാരണം ഇത്രയേറെ മലയാളികൾ ഒരു തീപിടുത്തത്തിൽ, ഒരു പക്ഷേ ഗൾഫിൽ തന്നെ ഇത് സമീപകാലത്ത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയേറെ മലയാളികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതും നമുക്കറിയാൻ സാധിക്കും വളരെ ഒരു 40 വയസ്സിന് ചുവടെയുള്ള ആളുകളാണ് ഈ കൊല്ലപ്പെട്ടവരിൽ അധികവും എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നതിനാണ് വലിയ മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട കമ്പനിക്കും അതോടൊപ്പം തന്നെ താമസ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാർക്കുമെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം വലിയ തോതിൽ തന്നെ പുരോഗമിക്കുകയാണ്. ചില അറസ്റ്റുകൾ നടന്നതായിട്ട് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൽ താമസക്കാരെ മറ്റ് NBTC അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് കുവൈത്തിൻ്റെ നിയമപ്രകാരമുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ ബന്ധപ്പെട്ടവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, MCA സൈഫ് സൈനുൽ ആബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, അടിയന്തര യോഗം ചേരുന്നു സംസ്ഥാന സർക്കാർ. 5 ലക്ഷം രൂപ ധനസഹായം എന്നതിനപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് വിലയിരുത്തൽ. ഒപ്പം ഈ നോർക്കയുടെ 24 എന്നുള്ള എണ്ണം അത് എംബസി നൽകിയ കണക്കാണോ? വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് സൈഫുദ്ദീൻ പുറത്തു വരുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ അങ്ങനെ ഒരു ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് നോർക്കയുടെ സെക്രട്ടറി ആയിട്ടുള്ള വാസുകിയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 15 പേരുടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേര് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, അവരുടെ പേര്, വിവരങ്ങൾ, അഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ 15 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം, അതായത് ബാക്കിയുള്ള 9 പേരുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അതാണ് ഈ അനൗദ്യോഗിക കണക്ക് എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുന്നത്. നോർക്കയെ മുൻഗണന നൽകുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ള കാര്യത്തിന്. അതിന് ചില പ്രശ്നങ്ങൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്, പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ DNA പരിശോധന നടത്താതെ ആരുടെ മൃതദേഹമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക. ഇന്നിപ്പോൾ MCA നാസർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നോർക്കയുമെല്ലാം സൂചിപ്പിക്കുന്നത്. ആ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് മറ്റൊന്ന് നടക്കുന്നത്. ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവരിക, അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും സംസാരിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഡൽഹിയിലുള്ള
സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി അടക്കമുള്ളവർ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കാര്യങ്ങൾക്കാണ് പ്രധാന പരിഗണന. ഒന്ന്, DNA പരിശോധന വേഗത്തിൽ അതിൻ്റെ ഫലം നേടിയെടുക്കുക, എന്നിട്ട് ആ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുക. പിന്നീട് മന്ത്രി അടക്കമുള്ളവർ പോയതിനു ശേഷം അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക. എന്തായാലും മരണത്തിൻ്റെ കണക്ക് അത് നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഒരു വസ്തുതയായതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കണക്ക് ഉയർന്നു വരും എന്ന ആശങ്ക സർക്കാർ തലത്തിൽ തന്നെ ഉണ്ട്. ശരി, സൈഫ് സൈനുലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.